ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അളിയും കാര്യമായിട്ടാണോ? അതെ, കൈക്കും കാലിനും ഒന്നും ഒരു ബലമില്ലാത്ത പോലെ, മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാത്ത പോലെ. ലോക്കലാകുമ്പോ പിന്നെ ക്വാളിറ്റി ചെക്ക് ഒന്നും ഇല്ലല്ലോ. അളിയൻ ഒരെണ്ണം ഒഴിക്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ശരി, ഒഴിക്ക്. ഗ്ലാസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് അല്ലേ? അളവ് പറയണേ. മതിയാ? മതി മതി. ആ മതി. വെള്ളത്തിന്റെ അളവ് പറയണേ. ഒഴിക്ക്. മതി. ആ മതിയല്ലേ. തലയ്ക്ക് പിടിക്കണേ. വാ. Cheers. അയ്യോ നന്ദിനി, മോളെ നന്ദിനി, ഞാനിവിടെ അടങ്ങി ഒതുങ്ങി നിന്നതാ. അളിയൻ ഇങ്ങോട്ട് വന്നതാ. എന്ത് പറയാനുണ്ടെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ. നന്ദിനി, ഇനിയും ഞാൻ കഴിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും തളർന്നു വീഴും. ഇതേ എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. താൻ പോ. ഇല്ല സർ, ഞാൻ പോവില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞു? അനാവശ്യമായിട്ട് എന്റെ സ്വാതന്ത്ര്യത്തെ ഇടപെടരുത്. പോകാനല്ലേ പറഞ്ഞു? എന്താ കൊതിയായിട്ട് അളിയ? ഭാര്യ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണുമ്പോ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ? അളിയൻ ഭാര്യയോട് പറയുന്നത് പോലെ ഞാൻ എന്റെ ഭാര്യയോട്, അതായത് അളിയന്റെ പെങ്ങളോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കുന്നുണ്ടായിരിക്കും. കുടിക്ക്. എങ്ങനെയുണ്ട് അളിയ? പിടിക്കുന്നുണ്ടോ? സൂപ്പർ സൂപ്പർ. ഇവനങ്ങനെ എരിഞ്ഞങ്ങോട്ട് കേറുക. സോറി അളിയ, അന്ന് അളിയൻ നീട്ടിയപ്പോ തന്നെ ഞാനത് കുടിക്കണമായിരുന്നു. ഇനി കുഴപ്പമില്ല, ഒരു ബ്രാൻഡ് ഞാൻ നോക്കില്ല. വേണമെന്ന് തോന്നി ഞാൻ കുടിക്കും. ആ നോക്ക് സർ, ഒരെണ്ണം കൂടെ വേണോ? അതിനെന്ത്, സാധനം ഇരിക്കല്ലേ. സൂര്യ, അയ്യോ അങ്കിൾ, അയ്യോ അളിയ. ഞാൻ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുക. എനിക്കിത് ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. സൂര്യ, അത് നീ കഴിക്കരുത്. നിർത്തിവെച്ചിരിക്കുന്ന ശീലങ്ങളൊന്നും വീണ്ടും തുടങ്ങരുത്. ആര് നിർത്തി? എന്റെ കൈ കിട്ടിയ മദ്യത്തിന് ക്വാളിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇതെനിക്ക് കുടിക്കണം. സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി ആരും എന്നോടൊന്നും പറയണ്ട. ഇത് ഞാൻ കുടിച്ചിരിക്കും. സർ, കുടിക്കരുതെന്ന് പറ സർ. കണ്ട, ഞാൻ പഴയ പോലെ സ്റ്റഡിയായി. ഞാനിത് മദ്യം പോലെ മഹത്വമുള്ളതൊന്നും ഈ ഭൂമിയിൽ വേറെ ഇല്ലച്ചാ. അതെ അങ്കിൾ, അതെ. താങ്ക് യു. എന്താ ഇവ കാണിക്കും? എന്താണ് നിനക്ക്? തൃപ്തിയായില്ലടാ നിനക്ക്? ഒളിച്ചും പാത്തും അന്നെ കൊണ്ട് കുടിപ്പിച്ചപ്പോ മതിയായില്ലേ നിനക്ക്? മോനെ സൂര്യ, അയ്യോ മോനെ, സൂര്യ, സൂര്യ മോനെ, സൂര്യ, എന്റെ മോനെ തോറ്റി മാറി അങ്ങോട്ട്. പിടിക്കണം അങ്ങോട്ട്. സൂര്യ മോനെ,
മതിയായില്ലടി. നിന്റെ നാട്ടുവൈദ്യത്തിന്റെ പരീക്ഷണം മതിയായില്ലേ? നന്ദിനിയെ കുറ്റം പറയേണ്ട പത്മ. അവനെ കണ്ടീഷനിലാക്കിയത് നന്ദിനിയല്ല, നമ്മുടെ മരുമോനാ. സൂര്യക്ക് മദ്യം വിളമ്പിയത് അവനാ. നമ്മുടെ മോനകത്ത് കിടക്ക. ഈ നേരത്ത് പോലും ഇവിടെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് തിടുക്കല്ലേ? നീയാണോടാ അവനെ മദ്യസൽക്കാരം നടത്തിയത്? ആണോന്ന്? ആന്റി, ഞാൻ അവിടെ തനിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു. അളിയൻ വന്ന് നിർബന്ധിച്ച് തട്ടിപ്പറിച്ച. മിണ്ടരുത് നീ. എന്റെ മോ കിടന്ന് പെടുന്ന എന്റെ കണ്ണിന്ന് മാറിയിട്ടില്ല. അവൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, എല്ലാ കണക്കും എല്ലാവരോടും ഒന്നിച്ച് തീർക്കും ഞാൻ. തൊട്ടുപോലും തന്നെ നീ. നിനക്ക് നിന്റെ ഭർത്താവ് ചെയ്യുന്നതിന് ന്യായീകരിക്കാനുണ്ടാവും. എല്ലാരും കൂടി നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചിട്ട് അവസാനം എത്തിച്ചത് ഇവിടെ അല്ലേടി? കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള മരുന്നല്ലാതെ നീ വേറെന്തെങ്കിലും കലക്കി കൊടുക്കാറുണ്ടായിരുന്ന ഏട്ടന്? ചോദിച്ചത് കേട്ടില്ലേ? ഏട്ടനെ കൊന്നു കളയാൻ ഉദ്ദേശം ഉണ്ടായിരുന്നോ നിനക്കെന്ന്? വേദ, ഡാഡി മിണ്ടാതിരിക്കെ. ഇവളുടെ അനുവാദം ചോദിക്കാതെ ഇവളുടെ കഴുത്തിലെ താലി കെട്ടിയതിന് ഇവൾക്ക് പകയുണ്ട് ഏട്ടനോട്. അതിവൾ ഏതെങ്കിലും വിധത്തിൽ തീർത്തതാണെങ്കിലോ? നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കിടന്ന് ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാക്കരുത്. ചെല്ലങ്ങോട്ട്. സാരമില്ല മോളെ, ഡോക്ടർ വന്ന് നോക്കി പറയട്ടെ. തൽക്കാലം ഇതിനൊന്നും മറുപടി പറയുന്നില്ലല്ല. അവന്റെ കാര്യത്തിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നെഞ്ചി നിവർത്തി അവൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല.